എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. മിൽക്ക് ഗ്രോട്ടോ, പാൽ ഗുഹ. തിരുപ്പിറവി ദേവാലയത്തിന്റെ വലതുവശത്തുള്ള കച്ചവട വഴിയിലൂടെ 500 മീറ്റർ മുന്നോട്ട് പോയാൽ വലതുവശത്ത് പാൽ ഗുഹ പള്ളി കാണാം. മുഖവാരത്തിൽ തന്നെ ഉണ്ണീശോയ്ക്ക് പാൽ കൊടുക്കുന്ന മാതാവിന്റെ ശില്പം. താഴെ മുണ്ടളത്ത് ദാവീദ് രാജാവും ഏലിയ പ്രവാചകനും. പള്ളിയുടെ അകത്ത് പടികൾ ഇറങ്ങുമ്പോൾ ഇടതുവശത്ത് 1520കളിൽ യാന്തക്കോക്ക് നിർമ്മിച്ച ഈജിപ്തിലേക്കുള്ള പലായനത്തിന്റെ ചിത്രീകരണം. താഴെ പ്രത്യേക രൂപഘടനയില്ലാത്ത ഗുഹകളുടെ സമുച്ചയം. അതിൻ്റെ ഉള്ളിൽ കപ്പേളയുണ്ട്. നടുക്കുള്ള ആൾത്താരയുടെ ചുവട്ടിൽ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഏറ്റവും അറ്റത്തുള്ള ഗുഹയില് ഉണ്ണിക്ക് പാല് കൊടുക്കുന്ന അത്ഭുത മാതാവിന്റെ ചിത്രം. ഇതിന്റെ ഉള്ളിലൂടെ കടന്ന് വരാന്തയിലൂടെ അങ്ങ് അറ്റത്ത് ചെന്നാൽ, അല്ലെങ്കിൽ പുറത്തുള്ള നടുത്തളത്തിൽ നിന്നും പോകാനുള്ള വഴിയുണ്ട്. അറ്റത്ത് ആധുനിക ചില്ല് പള്ളിയാണ്. അതിനുള്ളിൽ 2016 പോളണ്ടുകാർ സമ്മാനിച്ച സമാധാന മാതാവിന്റെ സക്രാരി. ഇത് ഒരു നിത്യാരാധന പള്ളിയാണ്. പള്ളിക്ക് പുറത്തിറങ്ങി നേരെ മുന്നോട്ട് പോയാൽ നമ്മൾ എത്തിച്ചേരുക യൗസപിതാവിന്റെ ഭവനം ഇരുന്നിരുന്ന സ്ഥലത്തുള്ള പള്ളിയിലാണ്. എന്ന് പറയുമ്പോൾ ബത്ലഹേമിൽ പേരെഴുതിക്കാൻ വന്നത് യൗസപിതാവിന്റെ ഭവനത്തിലേക്കാണ്. പൂജ്യരാജാക്കന്മാരെ ഉണ്ണിയേശുവിനെ ആരാധിക്കുന്നത് ഗുഹയിലല്ല, ഭവനത്തിലാണ്. പാൽഗുഹ വിശദീകരിക്കുക, ഈ യൗസപിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന വഴിയെ ഈ ഗുഹയില് ഉണ്ണിയേശുവിന് മുലപ്പാൽ നൽകാൻ വേണ്ടി മാതാവ് പ്രവേശിച്ചെന്നും ഉണ്ണിക്ക് പാൽ കൊടുക്കുമ്പോൾ ചില പാൽ തുള്ളികൾ താഴെ വീണുവെന്നും ഉടനെ തന്നെ ആ ഗുഹയുടെ ചുമരുകൾ മുഴുവൻ പാൽ വെള്ള നിറമായെന്നുമാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ, ബൈസന്റൈൻ കാലഘട്ടം മുതൽ അമ്മമാര് ഒത്തിരി ഭക്തിയോടുകൂടി കടന്നു വന്നിരുന്നൊരു സ്ഥലമാണിത്. പാലിന് ദൗർലഭ്യമുള്ള അമ്മമാര്, മക്കളില്ലാത്ത ദമ്പതികൾ, ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവര്, ഇവരെല്ലാവരും ഈ പാറയുടെ കഷ്ണങ്ങൾ ചുരണ്ടിക്കൊണ്ടുപോയി പാലിലോ ചുടുവെള്ളത്തിലോ ഇട്ട് കുടിക്കുന്നു. ഒത്തിരി പേർക്ക് അത്ഭുതങ്ങൾ നടക്കുന്നു. ഇവിടെ എല്ലാതരം ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒക്കെ കടന്നു വരുന്നുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും കടന്നു വരുന്നു. ഈ പാറയ്ക്ക് പ്രത്യേക ശാസ്ത്രീയമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് അത്ഭുത രോഗശാന്തി ലഭിക്കുന്നു. ഈ ഗുഹയുടെ ഇടതുവശത്ത് ഒരു മുറിയുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അത്ഭുതങ്ങൾ നടന്ന അമ്മമാര് നന്ദി സൂചകമായി അയച്ചു കൊടുത്ത പടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മുറി. അവിടെ കേരളത്തിൽ നിന്നുള്ള പടങ്ങൾ, തൃശ്ശൂരിൽ നിന്നുള്ള പടങ്ങൾ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാൽഗുഹ മാതൃത്വത്തിന്റെ മഹത്വം വർണ്ണിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, മക്കളില്ലാത്ത ദമ്പതിമാരെ, പാലൂട്ടുന്ന അമ്മമാരെ, മക്കളുടെ സ്നേഹം നിഷേധിക്കപ്പെട്ട മാതാപിതാക്കളെ, മാതൃത്വത്തെ നമുക്ക് സ്തുതിക്കാം. പ്രകൃതി പോലും തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഈ ഇടം എന്നും മാതൃത്വത്തെ മഹത്വപ്പെടുത്താൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴും.